അടിമാലി കൊമ്പൊടിഞ്ഞാലിൽ നാലംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 20-ന് കൊന്നത്തടി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാലംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെയുണ്ടായിട്ടും നിഗൂഢത നീക്കാൻ കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. അടിമാലി കൊമ്പൊടിഞ്ഞാലിൽ നാലംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച സംഭവമുണ്ടായി 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാലംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെ ഉണ്ടായിട്ടും ഈ നിഗൂഢത നീക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആക്ഷേപം. പല സംശയങ്ങളും ഇത് കൊലപാതകത്തിലേക്ക് തെളിയിക്കുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് മൃതശരീര അവശേഷങ്ങളിൽ മണ്ണെണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി കാര്യത്തിൽ തന്നെ മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടാണ് ശരീരം മുഴുവൻ പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞു പോയ ഒരു അവസ്ഥയായിരുന്നു. ഒരു ചായ മാത്രമേ കത്തിരിക്കുകയുള്ളൂ. കുറച്ച് ചെറിയ അസ്ഥികഷ്ണവും ചെറിയ ശരീരാവശേഷങ്ങൾ മാത്രമേ ആ ബോഡി അവിടെ ആ വീടിൽ നിന്നുണ്ടായിരുന്നു. 3 പേരുടെ മൃതദേഹങ്ങളും വെറും ചാരമായി പോയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഇളയതിന്റെ ബോഡി മാത്രമാണ് ബോഡി എന്നുള്ള നിലയ്ക്ക് കിട്ടിയുള്ളൂ. സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 20-ന് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ഹർത്താൽ ആചരിക്കുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വീടിന് തീപിടിച്ചതെങ്ങനെ, ഒരു മൃതദേഹം ഒഴികെ മറ്റു മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അനിൽ വിളക്കുന്നേൽ, കൺവീനർ വിനോദ് കറുകപ്പള്ളിൽ, ശുഭയുടെ സഹോദരൻ VS ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.